ഒത്തിരി പ്രതീക്ഷകളോടെയും ആശയോടെയും ഞങ്ങളൊരു കൊച്ചു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്കായിരുന്നു ഞങ്ങളുടെ ഈ കൊച്ചു യാത്ര. അതിമനോഹരമായ കാഴ്ചകൾക്കിടയിൽ കണ്ടുമുട്ടിയ കായലുകൾ ഞങ്ങൾ ദൃശ്യത്തിലൊപ്പിയെടുത്തു. അവിടെ ചെന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഷെഡിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. തികച്ചും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. വെള്ളത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സം തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ ഒരു യാത്ര അതിമനോഹരമാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. മറൈൻ വേൾഡിൻ്റെ ഒരു കവാടമാണ്. മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. 15 കുട്ടികളും മുതിർന്നവരും സീനിയർ സിറ്റിസനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിന് മനോഹരമായ ഫിഷ് ടാങ്കുകൾ, 500-ൽ പരം മത്സ്യങ്ങൾ, എല്ലാം കണ്ണിന് കൗതുകമായിരുന്നു. വാഹനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫിഷ് ടാങ്കുകൾ, അതുപോലെ തന്നെ അതിമനോഹരമായ ചിത്രപ്പണികളും പ്രതിമകളും എല്ലാം ഉൾക്കൊണ്ടുള്ള അതിമനോഹരമായ ഫിഷ് ടാങ്കുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലും എടുത്തു പറയേണ്ട കാര്യമാണ് വിവിധ രീതിയിലുള്ള അതല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ. നമുക്ക് അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് 400 രൂപയാണെങ്കിലും നമുക്ക് ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചതുകൊണ്ട് അതൊരു നഷ്ടമായി തോന്നിയില്ല. ഗ്ലാസ് ടണലൊക്കെ കാണാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സാധിക്കും. ഇതിൽ മികച്ചതായി എന്ന് പറയുന്നത് നമുക്ക് ഫിഷ് സ്പാ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം കാണാനുള്ള മറ്റ് കാഴ്ചകളിലേക്ക് കടന്നു. പലതരത്തിൽ തയ്യാറായിരിക്കുന്ന ടാങ്കുകൾ നല്ല രീതിയിൽ തന്നെ അവരെ അത്രയും ഹൈജീൻ സിറ്റുവേഷനിലായിട്ട് തന്നെയാണ് മത്സ്യങ്ങളെ സജ്ജീകരിച്ചിരിക്കുന്നത്. കണ്ടാലും മതി വരാത്തത്ര കാഴ്ചകളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. വൈവിധ്യമാർന്ന മത്സ്യ കൂടാരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഫോട്ടോ എടുക്കാനായാലും നമുക്ക് ഫ്ലാഷ് ഓഫാക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ തൊടരുത്, അതല്ലെങ്കിൽ ഗ്ലാസ്സിൽ തൊടരുത്, കളിക്കരുത് വെള്ളത്തിൽ, അതൊക്കെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മത്സ്യങ്ങൾ കുട്ടികൾക്ക് കൗതുകം നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. കഴിഞ്ഞു എന്ന് കരുതും തോറും ഒരുപാട് മത്സ്യ കൂട്ടം തന്നെ നമുക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ വർക്കുകളും ഈ മത്സ്യത്തെ കരുതാനായി തയ്യാറാക്കിയിരിക്കുന്ന ഫിഷ് ടാങ്കുകൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവിടെയുള്ള മത്സ്യത്തിൻ്റെ രസകരമായ അന്തരീക്ഷം, പലതരത്തിലുള്ള സ്റ്റാച്യുകൾ, വളരെ ആനന്ദകരമായ നിമിഷമായിരുന്നു. പ്രത്യേകിച്ചും ഈ സമയത്ത് നല്ല വെയിലിൻ്റെ ചൂടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമുക്ക് ഇത്തരമൊരു അന്തരീക്ഷം, നല്ല തണുത്ത അന്തരീക്ഷം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചത്. ടണലാണ് നമ്മൾ കാണുന്നത്. അതിന് ശേഷം ഫീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. മത്സ്യത്തെ നമുക്ക് തന്നെ ഫീഡ് ചെയ്യാൻ കൈ കഴുകി കൊണ്ട് അവർ തരുന്ന ആ ഭക്ഷണ പദാർത്ഥം നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നേരത്തെ കണ്ട സ്പാ തന്നെയായിരുന്നു ഇത് കേട്ടോ. കുറച്ച് സമയം ആണെങ്കിലും നല്ല രീതിയിൽ ഇത് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. നേരത്തെ അതിൻ്റെ കൂടുതൽ വീഡിയോകൾ പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത് കണ്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം സന്തോഷിച്ച് ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നല്ലൊരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ശേഷം മെറൈൻ വേൾഡ് എന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര പൂർത്തീകരിച്ചു.